വാളയാറിൽ 2 പെൺകുട്ടികൾ മരിച്ച സംഭവം കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഈ കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ചു. CBI കോടതി 3 കുറ്റപത്രത്തിൽ പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും പ്രതികളാണ്. നേരത്തെയും അമ്മ സംശയദൃഷ്ടിയിലുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലെ ഒരു പൊതുവികാരം എന്ന് വെച്ചാൽ മാധ്യമങ്ങളും സമരസമിതിയും ഉണ്ടാക്കിയ ഒരു പൊതുവികാരമുണ്ട്. അത് സർക്കാരിനെതിരെയായിരുന്നു, കേരള പോലീസിന്റെ അന്വേഷണത്തിന് എതിരെയായിരുന്നു. അത് വലിയ സമരമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ആരൊക്കെയായിരുന്നു സമരത്തിന് മുൻപന്തിയിലുണ്ടായിരുന്നത്? അഡ്വക്കേറ്റ് ജയശങ്കർ ഉണ്ടായിരുന്നു, CR നീലകണ്ഠനായിരുന്നു സമരസമിതിയുടെ നേതാവ്, KK രമയുണ്ടായിരുന്നു. എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യാൻ വെൽഫെയർ പാർട്ടിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ വാളയാർ കേസുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ഏത് വാർത്തകളാണ്? ഇപ്പോഴത്തെ വാർത്തകളല്ല, പഴയ വാർത്തകളും പഴയ സ്ക്രീൻ ഷോട്ടുകളും ഇപ്പോൾ കുത്തിപ്പൊക്കുന്ന തിരക്കിലാണ് സോഷ്യൽ മീഡിയ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് KK രമയുടെ ചിത്രമാണ്. KK രമ പോസ്റ്ററുമെടുത്ത് വാളയാർ പെൺകുട്ടികൾക്ക് നീതി നൽകുക, കേരള പോലീസ് നീതി പാലിക്കുക, മുഖ്യമന്ത്രി പിണറായി വിജയൻ നീതി പാലിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്ററുമെടുത്ത് നിൽക്കുന്ന ചിത്രം അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ്. മാതാപിതാക്കൾ തന്നെ കേസിൽ പ്രതിയായി മാറി. നേരത്തെ കേരള പോലീസ് അന്വേഷിച്ചപ്പോൾ മാതാപിതാക്കൾ സാക്ഷികളായിരുന്നു, കേസിൽ പ്രതികളായിരുന്നില്ല. യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ സമരം നടത്തി CPIM നേതാക്കളെയും പ്രവർത്തകരെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് MP രാജേഷിന്റെ ബന്ധുവായ നിതിൻ കണിച്ചേരിയുമൊക്കെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി സമരം ചെയ്തവരാണ് KK രമ. ആ KK രമയ്ക്ക് നേതൃത്വം കൊടുത്ത ആളാണ് CR നീലകണ്ഠൻ. ഇപ്പോൾ എന്ത് പറയുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവരെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവരുവാൻ പണിയെടുത്ത ആളാണ് വെൽഫെയർ പാർട്ടി. ആ വെൽഫെയർ പാർട്ടിയുടെ പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: വെൽഫെയർ പാർട്ടി വള്ളിക്കുന്ന്, വാളയാർ അമ്മയ്ക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ കേരളത്തിലെ അമ്മമാർ പിണറായി സർക്കാരിന്റെ തലമുണ്ടനം ചെയ്യും, ജമീന ഇർഷാദ് എന്ന് പറഞ്ഞുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ പോസ്റ്റാണ്. അന്നത്തെ മാധ്യമം ദിനപത്രം എടുത്തു നോക്കിയാൽ നിരവധി വാർത്തകൾ വാളയാർ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. വാളയാർ സമരത്തിന് ഏറ്റവും കൂടുതൽ പ്രചാരം നൽകിയത് മാധ്യമവും മീഡിയ വണ്ണുമായിരുന്നു. അതിൽ ചുവട് പിടിച്ച് കേരളത്തിലെ മറ്റു മാധ്യമങ്ങളും വലിയ പ്രാധാന്യം നൽകി. കാരണം സെൻസേഷനലിസമാണ്. 2 പെൺകുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ, 2 പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട് മരിച്ച കേസാണ്. സ്വാഭാവികമായും വലിയ ചർച്ചയാകും. പ്രായപൂർത്തിയായ പെൺകുട്ടികളാണ്. അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. വലിയ സമരമാണ് ഉയർന്നു വന്നത്. പക്ഷേ ആ സമരത്തിന് ലക്ഷ്യം എന്തായിരുന്നു? കേരള പോലീസിനെതിരെ, കേരള സർക്കാരിനെതിരെ വഴിതിരിച്ചു വിടുക എന്നതായിരുന്നു. അതായിരുന്നു സമരസമിതിയുടെ ലക്ഷ്യം. അതാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നത്. ആരാണ് പ്രതികൾ എന്ന് ചോദിക്കുമ്പോൾ പ്രതിപട്ടികയിൽ വരുന്നു അച്ഛനും അമ്മയും. CBI കൊടുത്ത കുറ്റപത്രമാണ്. CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിയ ഒരു സമരമുണ്ട്. ആ സമരത്തിൽ ഉയർത്തിപ്പിടിച്ച ഒരു പോസ്റ്ററുണ്ട്. ആ പോസ്റ്റർ ഇങ്ങനെയാണ്: വി ഡിമാൻഡ് ജസ്റ്റിസ്, ഷെയിം ഓൺ കേരള, വി ഡിമാൻഡ് ജസ്റ്റിസ്, സാംസ്കാരിക കേരളം എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടി ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു പോസ്റ്റർ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുന്നിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നടത്തിയ സമരമാണ്. അതേ CBI ആണ് ഇപ്പോൾ അമ്മയെ പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നത്. ഈ അമ്മയെ സ്ഥാനാർത്ഥിയാക്കാൻ ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രവർത്തിച്ച പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി. അന്ന് വെൽഫെയർ പാർട്ടി ഇറക്കിയ ഒരു പോസ്റ്ററുണ്ട്. ആ പോസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ്: ധർമ്മടത്തെ വെൽഫെയർ പാർട്ടി ഭാഗ്യവതിയെ പിന്തുണക്കും. ആരാണ് ഭാഗ്യവതി? പെൺകുട്ടികളുടെ അമ്മ മുഖ്യമന്ത്രിക്ക് എതിരെ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. ധർമ്മടം മണ്ഡലത്തിൽ എന്തിന്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത് ചർച്ചയാക്കി മാറ്റണം. മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ചാൽ അത് വലിയ വാർത്തയാകും, ചർച്ചയാകും. അതുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി ഭാഗ്യവതി ധർമ്മടത്ത് മത്സരിക്കുന്നു. സ്ത്രീ പീഡകർക്ക് സംരക്ഷണം ഒരുക്കിയ സർക്കാരിന്റെ തലവനെതിരെയാണ് വാളയാർ കുഞ്ഞുങ്ങളുടെ അമ്മ ഭാഗ്യവതി ധർമ്മടത്ത് മത്സരിക്കുന്നത്. അതുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി ധർമ്മടത്തെ ഭാഗ്യവതിക്ക് പിന്തുണ നൽകുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ പോസ്റ്റാണ്. തലമുണ്ടനം ചെയ്ത ഭാഗ്യവതിയുടെ ചിത്രവും കൂടി ഇതോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് സംബന്ധിച്ച് വന്നൊരു വാർത്തയുണ്ട്. വാർത്തയിൽ ഇങ്ങനെയാണ് പറയുന്നത്: സ്ത്രീ പീഡകർക്ക് സംരക്ഷണം ഒരുക്കിയ സർക്കാരിന്റെ തലവനെതിരെയാണ് വാളയാർ പെൺകുട്ടിയുടെ അമ്മ മത്സരിക്കുന്നത്, ഭാഗ്യവതിയെ വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിച്ച വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. നിരവധി കമന്റുകൾ ഇത് സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ. അതിൽ വന്ന ഒരു കമന്റ് ഇങ്ങനെയാണ്: വാളയാർ പെൺകുട്ടികളുടെ മരണത്തിൽ മാതാപിതാക്കൾക്ക് സുപ്രധാന പങ്കുണ്ടെന്ന് കാണിച്ചുകൊണ്ട് CBI ഇവരെ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചു.
പെറ്റിക്കോട്ട് ഹാഷ്ടാഗ് ഇട്ടും ഇവരെ തെരുവിൽ തലമുണ്ടനം ചെയ്ത് പ്രദർശിപ്പിച്ചും പിണറായി വിജയന്റെ മണ്ഡലത്തിൽ പോയി മത്സരിപ്പിച്ചും രാഷ്ട്രീയ തീക്കളി കളിച്ചപ്പോൾ ഈ ഡാഷുകൾക്ക് ഒരു കാര്യം മറന്നുപോയി. ആ വാക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഡാഷ് എന്ന് പറയുന്നത്. നീതി വേണ്ടത് ആ പെൺകുട്ടികൾക്കാണ്. സംഭവമുണ്ടായി അക്കാലത്ത് തന്നെ കൃത്യമായി ഇവരെ പറ്റി ഈ പേജിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അന്ന് ഈ ധാർമ്മിക രോഷ മലന്മാരിട്ട പൊങ്കാല ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. സംഗതിയുടെ റൂട്ട് ഏകദേശം അന്ന് തന്നെ കേരള പോലീസിന് മനസ്സിലായിരുന്നു. എങ്കിലും രണ്ട് പെട ഇവരെ പിടച്ചാൽ സത്യം പുറത്തു വരുമെന്ന് പകൽ പോലെ വ്യക്തമായിരുന്നിട്ടും ഇനി അതിന്റെ പേരിൽ പൊതുബോധത്തിന് എതിരെ നിന്നുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് മരുന്നിട്ട് കൊടുക്കേണ്ട എന്ന തീരുമാനത്തിൽ തന്ത്രപരമായി CBIക്ക് കൈമാറി. കേരള പോലീസിന്റെ അതേ നിഗമനം തന്നെ CBIയും കണ്ടെത്തി. CBI പറഞ്ഞതുകൊണ്ട് ഇനിയാരും പിണറായി വിജയന്റെ നെഞ്ചത്ത് കയറില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ്, ആ കമന്റ് അവസാനിക്കുന്നത്. അതോടൊപ്പം ഒരു ഫോട്ടോ കൂടി കൊടുത്തിട്ടുണ്ട്. സമരത്തിലിരിക്കുന്ന വാളയാർ പെൺകുട്ടിയുടെ അമ്മ മുഖം പൊത്തി കരയുന്ന ചിത്രം. അതിനുശേഷം തലമുണ്ടനം ചെയ്ത് നിൽക്കുന്ന ചിത്രവും കൂടി പങ്കുവച്ചിട്ടുണ്ട് ഈ കമന്റിനോടൊപ്പം. വാളയാർ പെൺകുട്ടിയുടെ കൊലപാതകം മാതാപിതാക്കളെ പ്രതിചേർത്തുകൊണ്ട് CBIയുടെ സുപ്രധാന തീരുമാനം എന്നുകൂടി അതിന് താഴെ കൊടുത്തിട്ടുമുണ്ട്. എന്ന് വെച്ചാൽ വലിയ ചർച്ചയായിരുന്നു ആ ഘട്ടത്തിൽ ഉണ്ടായത്. മാധ്യമങ്ങൾ എല്ലാവരും കേരള പോലീസിനെതിരെ, സർക്കാരിനെതിരെ പൊതുബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. സമരസമിതി CR നീലകണ്ഠന്റെ നേതൃത്വത്തിലുള്ള സമരസമിതി അമ്മയെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയ സമരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി അമ്മയുടെ തലമുണ്ടനം ചെയ്ത് നടത്തിയ സമരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. MP രാജേഷിന് എതിരെ 2019-ലും 2021-ലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ അമ്മയെ കൊണ്ട് നടത്തിയ പ്രചാരണം നമ്മുടെ മുന്നിലുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി, പിന്തുണയുള്ള സ്ഥാനാർത്ഥിയായി ധർമ്മടം മണ്ഡലത്തിൽ മത്സരിച്ച ഈ അമ്മയുടെ ചിത്രവും തലമുണ്ടനം ചെയ്ത ചിത്രവും നമ്മുടെ മുന്നിലുണ്ട്. എന്തിനു വേണ്ടി എന്ന ചോദ്യമാണ് ഉയരുന്നത്. യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ കേരള പോലീസിന് കഴിയുമായിരുന്നു. അതിലേക്ക് അന്വേഷണം പോകാതെ ഈ അന്വേഷണം വഴിതിരിച്ചു വിട്ട് വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പുണ്ടാക്കി 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമാക്കി മാറ്റാം ആണ് കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമങ്ങളും സമരസമിതിയും CR നീലകണ്ഠനും അഡ്വക്കേറ്റ് A ജയശങ്കറും വെൽഫെയർ പാർട്ടിയും KK രമയും ഒക്കെ ചിന്തിക്കുകയും അവർ അതിന് പ്രയത്നിക്കുകയും ചെയ്തത്. അവസാനം എന്ത് സംഭവിച്ചു എന്ന് നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും ഒടുവിൽ CBI കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ഈ അമ്മയും അച്ഛനും ഈ കേസിൽ പ്രതിയാകുന്നു. എന്ന് വെച്ചാൽ ആരാണ് കുറ്റക്കാർ, ആരാണ് ഇതിന് പിറകിൽ നിന്ന് കൃത്യമായും അറിയുന്ന ആളാണ് പെൺകുട്ടിയുടെ അമ്മ എന്ന് എല്ലാവർക്കും അറിയാം. അന്ന് തന്നെ സംശയത്തിന് നിഴലിലായിരുന്നു. പക്ഷേ പൊതുബോധം നേരെ എതിരായിരുന്നു. മാധ്യമങ്ങൾ സൃഷ്ടിച്ച പൊതുബോധം അവിടെ കിടക്കുന്നുണ്ട്. ഇതിൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായി പറയാം. സത്യത്തെ തൽക്കാലം മറച്ചു പിടിക്കാൻ കഴിയും, കള്ളം പ്രചരിപ്പിച്ച് സത്യത്തെ മൂടിവെക്കാൻ കഴിയും. എന്നാൽ എപ്പോഴും അത് കഴിയില്ല. ഏതെങ്കിലും ഒരു സമയത്ത് ആ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സത്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇനിയും അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയാൽ വിചാരണ ഘട്ടത്തിൽ ആരാണ് യഥാർത്ഥ പ്രതികൾ എന്ന് മനസ്സിലാകും. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എത്രമാത്രം സത്യങ്ങൾ മൂടിവെക്കാൻ ശ്രമിച്ചാലും, എത്രമാത്രം കള്ളപ്രചാരണം നടത്തിയാലും ഏറ്റവും ഒടുവിൽ സത്യം തിളങ്ങി നിൽക്കുക തന്നെ ചെയ്യും എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ CBIയുടെ കുറ്റപത്രവും വാളയാർ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ പുതിയ ട്വിസ്റ്റും.